ആർട്ട് ഓഫ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് ഒരു ഓണം സ്പെഷ്യൽ കടലപ്പരിപ്പ് പ്രഥമനാണ്. അപ്പോൾ 250 ഗ്രാം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, 250 ഗ്രാം ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്, 1.5 തേങ്ങയുടെ ഒന്നാം പാലാണ്, രണ്ടാം പാല്, നെയ്യ് ആവശ്യത്തിന്, 1 സ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/2 സ്പൂൺ ചുക്ക് പൊടിച്ചത് വേണമെങ്കിൽ എടുക്കാം. തേങ്ങ നല്ല കൊത്തി അരിഞ്ഞിട്ടുണ്ട്, ബദാമും കാഷ്യൂവും കൂടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കറിൽ നമുക്ക് കടലപ്പരിപ്പ് രണ്ടാം പാൽ ചേർത്ത് വേവിച്ചെടുക്കാം. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നല്ല ചെറിയ തേങ്ങയിൽ നല്ല ചൂടുവെള്ളം ചേർത്ത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ച ശേഷം ഒരു തുണി ഉപയോഗിച്ച് നല്ല ടൈറ്റായിട്ട് പിഴിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് പിഴിഞ്ഞെടുക്കാം. 1 സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കുക്കറിൽ ഒരു സ്റ്റീം വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഒരു സ്റ്റീം വന്ന ശേഷം 5 മിനിറ്റും കൂടി സിമ്മിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് പരിപ്പ് വേകുന്നതിൻ്റെ പാകം. ഒരുപാട് വെന്തുടയാൻ പാടില്ല. ഇനി നമുക്കിതൊരു പാനിലോട്ട് മാറ്റി പായസം റെഡിയാക്കാം. രണ്ടാം പാല് കുറച്ച് എക്സ്ട്രാ ഉള്ളത് ചേർത്ത് ഇളക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉരുക്കി വെച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് പാക കാച്ചി വെച്ചതാണ്. ശർക്കര ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതൊരു 15 തൊട്ട് 20 മിനിറ്റ് വരെ നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കണം. നല്ല ശർക്കരയും പരിപ്പൊക്കെ ഒന്ന് നന്നായി മിക്സായി വരണം. ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇളക്കി കൊടുത്തിട്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. പാകത്തിന് റെഡി ആയിട്ടുണ്ട്. പരിപ്പൊന്നും അധികം വെന്തുടഞ്ഞിട്ടൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് കടിക്കാൻ കിട്ടുന്ന പോലെ ഉണ്ട്. ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഒന്നാം പാൽ ചേർത്തിട്ട് അധികം തിളപ്പിക്കരുത്, ഒന്ന് ചൂടായാൽ മതിയാകും. ഈ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൽ 1/2 സ്പൂണ് ചുക്ക് പൊടിച്ചത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല ഇവിടെ. ഈ തിക്നെസ് മതിയാകും. കുറച്ചൊന്ന് കഴിയുമ്പോഴേക്ക് ഒന്നും കൂടി കുറുകും.
നല്ലോണം കുറുകുമ്പോൾ കുറച്ച് പശുവും പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് നെയ്യിൽ വഴറ്റി ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് ബ്രൗൺ ആവുന്നത് വരെ വറുത്തെടുക്കണം. ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാദാമും കാഷ്യൂവും കൂടി ഞാൻ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. Thank you for watching Art of Cooking. I am Shiba Suren. Please like and subscribe.